ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ. എല്ലാ ദൈവമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാവർക്കും ഈശ്വരകൃപയും ശാന്തിയും സമാധാനവും എല്ലാ നന്മകളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. രുക്മിണി മോഹൻ, ജഗദമ്മ, ബിജി ബിജു, സിന്ധു രമേഷ്, ജയാനില്, നിർമ്മല രമേഷ്, പ്രമിള സുനിൽ, പ്രസന്ന, അജിതാഭായി എല്ലാവരെയും ഭഗവാനിൽ അർപ്പിക്കുന്നു. ഇവരെ പേര് തരുന്നവരും കമൻസ് ഇല്ലാത്തവരും എല്ലാ ഭക്തമക്കളെയും ഭഗവാൻ തന്നെ അർപ്പിക്കുന്നു. ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു. എല്ലാവർക്കും നന്മ ഭവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓംകാരമായ പൊരുൾ മൂന്നായി പിരിഞ്ഞുടനെ ആകാരമായതിനു താൻ തന്നെ സാക്ഷി. അത് ബോധം വരുത്തുവതിനാളായി നിന്ന പരം ആചാര്യരൂപ ഹരി നാരായണായ നമ. നാരായണായ നമ. നാരായണായ നമ. നാരായണായ നമ. ഹരിശങ്കരായ നമ. നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരിനാരായണായ നമ. ഒന്നായ നിന്നെ ഇഹ രണ്ടെന്നു കണ്ടളവിൽ ഉണ്ടായൊരിണ്ടൽ ഭേദമിണ്ടാവതല്ല. മമ പണ്ടേ കണക്കെ വരുവാൻ നിൻ കൃപാവലികൾ ഉണ്ടാകയെങ്കലിഹ നാരായണായ നമ. നാരായണായ നമ. നാരായണായ നമ. നാരായണായ നമ. ഹരിശങ്കരായ നമ. നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ. ആനന്ദ ചിന്മയ ഹരേ ഗോപികാരമണ. ഞാനെന്ന ഭാവം അത് തോന്നായിക വേണം. ഇഹ തോന്നുന്നതാകിൽ അഖിലം ഞാനിതെന്ന വഴി തോന്നേണമേ വരദ നാരായണായ നമ. നാരായണായ നമ. നാരായണായ നമ. നാരായണായ നമ. ഹരിശങ്കരായ നമ. നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ. അർക്കാനലാതി വെളിവൊക്കെ ഗ്രഹിക്കും ഒരു കണ്ണിനു കണ്ണു മനമാകുന്ന കണ്ണതിനു കണ്ണായിരുന്ന പൊരുൾ താനെന്നുറയ്ക്കും അളവാനന്ദമെന്തു ഹരി നാരായണായ നമ. മൽപ്രാണനും പരനും ഒന്നെന്നുറപ്പവന് തൽപ്രാണദേഹവും അനിത്യം കളത്രധനം. സ്വപ്നാദിയിൽ ചിലതു കണ്ടങ്ങുണർന്നവനോടൊപ്പം ധരിക്ക ഹരിനാരായണായ നമ. നാരായണായ നമ. നാരായണായ നമ. നാരായണായ നമ. ഹരിശങ്കരായ നമ. നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരിനാരായണായ നമ. യാതൊന്നു കാൺമതത് നാരായണ പ്രതിമ. യാതൊന്നു കേൾപ്പതതു നാരായണ ശ്രുതികൾ. യാതൊന്നു ചെയ്വതതു നാരായണാർച്ചനകൾ. യാതൊന്നതൊക്കെ ഹരി നാരായണായ നമ. നാരായണായ നമ. നാരായണായ നമ. നാരായണായ നമ. ഹരിശങ്കരായ നമ. നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ
നമഃ. എല്ലാവർക്കും നമസ്കാരം. മക്കളെ, നമ്മൾ ഏകാദശ സ്കന്ധമാണ് വായിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ ഒടുക്കം വായിച്ചത് അതായത് ഭഗവാന്റെ പിതാവായ വസുദേവർക്ക് നാരദ മഹാമുനി കൊടുക്കുന്ന ഉപദേശങ്ങളാണ്. അതെവിടെ നിന്ന് കിട്ടി? അതായത് ശൗനകാദി മഹർഷിമാർക്ക് സൂതപൗരാണികൻ കൊടുക്കുന്ന ഈ ഉപദേശങ്ങളൊക്കെ ആണിതെല്ലാം. അത് ഓരോ കൈവഴിയായി ഓരോരുത്തർ കൊടുക്കുന്നു പലരായിട്ട്. അതുപോലെ തന്നെയാണ് നിമി ചക്രവർത്തി 9 നവയോഗികളോട് 9 ചോദ്യങ്ങൾ ചോദിച്ചാൽ ഉത്തരങ്ങളാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വായിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷമാണ് നാരദ മഹാമുനി ആ കാര്യങ്ങൾ അതെല്ലാം ആക്ക് കൊടുക്കുന്നത് വസുദേവർക്ക്. ഇപ്പം ഇവിടെ എന്തു പറയുന്നു? വസുദേവർക്ക് അങ്ങനെ സന്തോഷമായി വിരവിൽ കളഞ്ഞു ഞാൻ വൈകാതെ വന്നിടുവൻ എന്ന് ഭഗവാൻ പിന്നെ അടുത്തതായി പറയുന്നു. ഭഗവാന്റെ പിതാവിന് സന്തോഷമായി അദ്ദേഹം പോയി. പിന്നെ പരമാ മോഹക നീക്കി തെളിഞ്ഞ് വസുദേവൻ സന്തോഷമായിട്ട് തെളിവോടുകൂടി തന്നെ അദ്ദേഹം മാറി. അതിനുശേഷം ബ്രഹ്മാദി ദേവകളാൽ നന്നായി സ്തുത്യനായി മാധവൻ അവരോടായി എന്തു പറഞ്ഞു? യദുകുലമാം ഭൂഭാരവും വിരവിൽ കളഞ്ഞു ഞാൻ വൈകാതെ വന്നിടുവൻ. ഞാൻ പെട്ടെന്ന് തന്നെ ഈ ഭൂമിയുടെ ഭാരങ്ങളെല്ലാം തീർത്തിട്ട് യാദവകുലത്തിനാണ് കൂടുതലും ഭാരം കിടക്കുന്നത്. അത് അവിടെ ജനങ്ങൾ വർദ്ധിച്ചു കഴിഞ്ഞു, അത്രമാത്രം അഹങ്കാരം വർദ്ധിച്ചു. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഈ അഹങ്കാരം ഭൂമിയുടെ ഭാരങ്ങളെല്ലാം നശിപ്പിച്ച് കളഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ എൻ്റെ സ്ഥാനത്തേക്ക് അതായത് കാരണത്തിലേക്ക് ഞാൻ പെട്ടെന്ന് തന്നെ വന്നിടുവൻ എന്ന് അരുൾ ചെയ്ത് അവരെയൊക്കെ പറഞ്ഞയച്ചു. അതായത് ബ്രഹ്മാവിനെയും നാരദ മഹാമുനിയും ഒക്കെ പറഞ്ഞയച്ചിട്ട് അപ്പോൾ ഭഗവാൻ പിന്നെ എന്താ തീരുമാനിക്കുന്നത്? രാമനുമായിട്ട് ജ്യേഷ്ഠനെ എന്തിനാ വന്നേക്കുന്നേ? ഭഗവാന് സഹായമായിട്ടാണ് ഇവിടെ അനന്തൻ ശേഷൻ ബലരാമൻ ഭഗവാനോട് ചേർന്ന് നിന്നും കൊണ്ട് അവർ രണ്ടും കൂടെ ചേർന്ന് ദുർനിമിത്തങ്ങൾ കൊണ്ട് രാമനുമായി പറഞ്ഞു. ദുർനിമിത്തങ്ങൾ കൊണ്ട്. അപ്പം ഓരോ ദുർനിമിത്തങ്ങളൊക്കെ അങ്ങനെ വന്ന് അതിങ്ങനെ നശിപ്പിക്കണമല്ല. അതിനുവേണ്ടി ഭഗവാനും രാമനും കൂടെ ഒത്തുചേർന്ന് പറഞ്ഞു. എന്താ? നന്ദനന്ദനൻ ജഗൻ മംഗലൻ യദുകുലം തന്നുടെ നാശത്തിനും, അപ്പം യാദവകുലത്തിൻ്റെ നാശത്തിനും തൻ ദേഹനാശത്തിനും ഭഗവാന്റെ ദേഹത്തിൻ്റെ നാശത്തിനും ആശയം എന്താണ്? അതിൻ്റെ പോംവഴി അതെന്താണ് അതിന് വേണ്ടത്? അങ്ങനെ അവർ തന്നെ തന്നിൽ കൽപ്പിച്ചങ്ങ് ഉറച്ച് രാമനും കൃഷ്ണനും കൂടെ കൽപ്പിച്ച് എന്താ ഇതിൻ്റെ മാർഗം, ഇവിടെ എങ്ങനെ സംഭവിച്ചാൽ പറ്റും, ഇതെല്ലാം ഉറപ്പിച്ചിട്ട് രാമനുമായി ഇങ്ങനെ കൽപ്പിച്ചുറച്ച് വസിക്കുന്നോരീശനാം. അങ്ങനത്തെ ഭഗവാൻ കൃഷ്ണൻ തൻ്റെ ആരംഭം കണ്ട നേരം അതിൻ്റെ തുടക്കം വന്നു തുടങ്ങി. അപ്പോഴെന്തു ചെയ്തു? ഇതെല്ലാം ഭക്തന്മാർക്ക് ഇതെല്ലാം ഗ്രഹിക്കാൻ ഭഗവാനോട് ചേർന്ന് നിൽക്കുന്ന ഉദ്ധവർക്ക് എന്തു തോന്നി? അങ്ങനെ ഭഗവാനോട് പറയുന്നു, ഭഗവൽ ഭക്തനാകും. ഉദ്ധവൻ പറയുന്നു, എന്നെ കൂടി ഭഗവത് ലോകത്തേക്ക് കൊണ്ടെഴുന്നള്ളുകയെന്ന്. ഭഗവാൻ ഇങ്ങനെ യാത്രയാകാൻ പോകുന്നു. ഇവിടെ നിന്നൊക്കെ പിന്നെ കർമ്മങ്ങളൊക്കെ അവസാനിപ്പിച്ചിട്ട് എല്ലാം കഴിഞ്ഞിട്ട് പോകണമെന്നുള്ള ചിന്ത വന്നപ്പോൾ ഇത് ഉദ്ധവരെ മനസ്സിലാക്കിയിട്ട് എന്നെ കൂടെ കൊണ്ടുപോകണം. നമ്മളും പറയില്ലേ, ഭഗവാനെ ഇവിടെ നിന്ന് കഷ്ടപ്പെടാൻ വയ്യ, എത്രയും പെട്ടെന്ന് നമ്മളൊക്കെ അങ്ങനെ പറയില്ലേ? ഞാൻ എന്താ പറയുക, എനിക്ക് ഒന്നും ആഗ്രഹമില്ല, മോശവും വേണ്ട, ഒന്നും വേണ്ട. പക്ഷെ നമുക്ക് ഈ ഭൂമി കിടന്ന് ഒറ്റയ്ക്ക്, കാരണം നമുക്ക് വല്ലതൊക്കെ ആരും ചെയ്തു തരാൻ എന്താ പറയുക, അങ്ങനെ ആഗ്രഹമില്ല. എന്തെങ്കിലും നമ്മളാൽ ഒക്കുന്നത് ചെയ്ത് ജീവിച്ചിട്ട് വയ്യെന്ന് ഇപ്പോൾ തോന്നുന്നു അപ്പോഴേ വിളിക്കണേന്നാണ് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ അത് മതി. അത് ഒരു ആഗ്രഹമല്ല. നമുക്ക് എന്താ വേണം? ഒന്നും ആഗ്രഹം ഇല്ലെങ്കിൽ പിന്നെ ഇവിടെ കിടന്നിട്ട് എന്താ കാര്യം? അതുകൊണ്ട് ഭഗവാൻ ലോകത്തേക്ക് എന്നെ കൂടെ കൊണ്ടുപോകണേന്ന് നമ്മൾ ഓരോരുത്തരും ഇത് പറയണം. നമ്മളൊരു ഉദ്ധവരാവണം. ഉദ്ധവർ പറഞ്ഞതുപോലെ അപ്പോൾ നമ്മൾ ഭഗവാൻ അങ്ങനെ എന്നോട് പറഞ്ഞു, എന്നെ കൂടെ കൊണ്ടുപോവുക എന്ന് പറഞ്ഞൊരു ഉദ്ധവനോട് അരുളി ചെയ്തു. എന്താ ഭഗവാൻ പറഞ്ഞത്? നീയും നമ്മളെ ഓരോരുത്തരും നമ്മളെ തന്നെ ചിന്തിക്കുക. നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്യണം? അറിയ ദേഹാദികളാകിയ പ്രപഞ്ചങ്ങൾ. ഈ പ്രപഞ്ചം ദേഹം കൊണ്ടുള്ളതാണ്, രൂപമുള്ളതാണ്. ഇവിടെ പ്രകൃതിക്കാണ് രൂപം. നമ്മളെല്ലാം പ്രകൃതിയിലുള്ളതാണ്. മഹാമായ പരമാത്മാവ് പിതാവായ ദൈവം പരബ്രഹ്മമൂർത്തിക്ക് ചൈതന്യമാണ് സാക്ഷാൽ പരബ്രഹ്മം. അതായത് രൂപമില്ല. എന്നാൽ ഇവിടെ മഹാമായ ഭഗവാന്റെ തന്നെ മായ എന്താണ്? പ്രകൃതിക്ക് രൂപങ്ങളുണ്ട്. നമ്മളെല്ലാവർക്കും ആകൃതിയുണ്ട്. നമ്മളെല്ലാം ആകൃതിയോട് കൂടിയതാണ്. മനുഷ്യരും മൃഗങ്ങളും പക്ഷികളെല്ലാം ആകൃതിയുണ്ട്, വൃക്ഷത്തിനൊക്കെ. അതുകൊണ്ട് ഈ പ്രപഞ്ചം അതാണ്, ദേഹങ്ങൾ കൊണ്ടുള്ളതാണ്. അപ്പോൾ ഈ ദേഹാദികളാകെ ഈ പ്രപഞ്ചങ്ങൾ മായയാൽ മയമെന്നത് അറിഞ്ഞ് സമബുദ്ധിയാമായ വിച്ഛിന്ന ബോധാൽ
സഞ്ചരിച്ചാലുമിടോ മായ. ഇത് ലോകം മായ കൊണ്ട് മൂടപ്പെട്ടതാ. ഇതിൽ നിന്ന് എന്ത് പറയണം? മായ വിട്ടു പോയ അറിവോടുകൂടി ജ്ഞാനത്താൽ. ഇവിടെ ഇതൊന്നും ഇദ്ദേഹത്തിന് വന്നിട്ടില്ല. അദ്ദേഹം സ്നേഹം കൊണ്ട്, ഭക്തി കൊണ്ട്, ഭഗവാനുള്ള പ്രിയം കൊണ്ട് എന്നെ കൂടെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞാൽ അങ്ങനെ കൊണ്ടുപോകാൻ പറ്റുന്നതാണോ? നമുക്ക് ഇതെല്ലാം ആയി തീർന്ന് ഭഗവാൻ നിർഗുണാവസ്ഥയാണ്. നമ്മളൊരു നിർഗുണാവസ്ഥ, ഗുണങ്ങൾക്കെല്ലാം അതീതമാകണ്ടേ നമുക്ക്? ഭഗവാൻ ഇവിടെ നന്മ തിന്മ ഇല്ലാത്തൊരവസ്ഥ. കാരണം രജോ ഗുണോ തമോ ഗുണോ സത്വഗുണോ ഒന്നും ഇല്ലാത്ത പരബ്രഹ്മമൂർത്തി. അങ്ങനത്തെ പരബ്രഹ്മമൂർത്തി, ആ പരമാത്മാവ് ആണ് പരബ്രഹ്മമൂർത്തിയായിട്ട് വന്ന ഈ ദേഹം എടുത്ത് വന്ന ഭഗവാൻ കൃഷ്ണനായാലും ശ്രീരാമനായാലും എല്ലാം. അപ്പോൾ ദേഹം എടുക്കുമ്പോഴാണ് നമുക്ക് ഇവിടെ ഗുണം ഉണ്ടാകുന്നത്. ശരീരത്തിനാണ് ഗുണങ്ങൾ. എന്നാൽ അരൂപിയായിരിക്കുന്ന പരബ്രഹ്മമൂർത്തിക്ക് ഗുണങ്ങളുണ്ടോ? ഇല്ല, അതീതനാണ്. അപ്പം അതുപോലെ നമ്മളും ആയി തീരണ്ടേ, അതിനോട് ചേരണ്ടേ. അപ്പം നമ്മൾ അങ്ങനെ ആയില്ലേ നമുക്ക് അവിടെ എത്താൻ പറ്റൂ. നമ്മളിവിടെ ഗുണങ്ങളും കൊണ്ടിരുന്ന ഇതിൽ നിന്ന് വേർപെടാതിരുന്നാൽ നമ്മൾ എങ്ങനെ രജോ ഗുണം വിട്ടുപോണ്ടേ? സത്വഗുണമായാലും ആ സത്വഗുണത്തിനും അതീതമാവണ്ടേ? കാരണം ഇവിടെ നന്മ തിന്മകളില്ലാത്തൊരവസ്ഥ. എന്തും എല്ലാം അത് രാത്രിയും പകലും ഒന്നുപോലെ, നന്മയും തിന്മയും ഒന്നുപോലെ. പരമാത്മാവിന് നന്മ തിന്മ വേർതിരിക്കുന്നില്ല, ദുഷ്ടനെ മാറ്റി നിർത്തുന്നില്ല, സജ്ജനങ്ങളെ മാറ്റി നിർത്തുന്നില്ല. സർവ്വതും ഏകമായി കാണുന്ന ഒരു പരബ്രഹ്മമൂർത്തി, ഗുണത്തിന് അതീതനായിരിക്കുന്ന ഈശ്വരൻ. നമ്മളും ആ അവസ്ഥ എത്താതെ എങ്ങനെ അതിലോട്ട്? കാരണം നല്ല പാലിലോട്ട് നല്ല പാല് തന്നെ ചേർന്നെങ്കിലല്ലേ അത് പിരിയാതിരിക്കൂ. പരബ്രഹ്മം ശുദ്ധമായ പാലാണെങ്കിൽ നമ്മളൊരല്പം ശുദ്ധകേടുണ്ടെങ്കിൽ ആ പാല് പിരിഞ്ഞു പോകത്തില്ലേ? നമുക്കത് ചേരാൻ പറ്റുമോ? അപ്പം നമ്മളും അതിനൊപ്പം അല്പമേ നമ്മളിലുള്ളു. അത് നമ്മൾ പിരിയാത്ത നല്ല സുന്ദരമായ പാലായി തീരണം. അപ്പോഴേ പരമാത്മാവിലോട്ട് ചേർത്ത് നിർത്തൂ. നമ്മൾ ഒന്നായി ലയിക്കാനുള്ളവരാണ്. അതുകൊണ്ട് ആ ഒരവസ്ഥ എത്താത്തത് കൊണ്ട് ഭഗവാൻ പറഞ്ഞു, മായ മാറിയ അറിവോടുകൂടി, മായ മാറി എന്ന് മനസ്സിലാക്കി ആ ജ്ഞാനത്തോടുകൂടി ഇവിടെ സഞ്ചരിക്കൂ. കാരണം ഒരുപാട് വ്യത്യാസങ്ങൾ വരാനുണ്ട്. ഉദ്ധവർക്ക് അങ്ങനെ പെട്ടെന്ന് കൊണ്ടുപോകാൻ പറ്റുന്നതല്ല ഭഗവാന്. അതുകൊണ്ട് മായയാൽ മയമെന്നത് അറിഞ്ഞ് സമബുദ്ധിയാ മായ വിച്ഛിന്ന ബോധാൽ സഞ്ചരിച്ചാലുമെടോ. അതുകൊണ്ട് മായയെ മാറ്റി നിർത്തി അത് മാറി എന്ന ബോധത്താൽ എനിക്കിനി മായയില്ല, ഞാൻ ഇതിൽ നിന്നെല്ലാം വിരമിച്ചു, ഞാൻ മുക്തനായി, ആ ഒരു ബോധത്തോടു കൂടി, ആ അറിവോടുകൂടി നിങ്ങൾ സഞ്ചരിച്ച് ഇവിടെ കഴിയൂ. എല്ലാം തിരിഞ്ഞു വരുമ്പോൾ അവിടേക്ക് വരാം, അതുവരെ ഇവിടെ കഴിയൂ എന്ന് ഭഗവാൻ പറഞ്ഞു. നമുക്കിനി കണ്ടു വായിക്കാം. ഭഗവാൻ പറഞ്ഞു, നീയും ആ ഉദ്ധവര് അറിയ ദേഹാദികളാകിയ പ്രപഞ്ചങ്ങൾ മായയാൽ മയമെന്നതറിഞ്ഞ് സമബുദ്ധിയാമായ വിച്ഛിന്ന ബോധാൽ സഞ്ചരിച്ചാലും എടൂ. മായ മാറിയ അറിവോട്, മായ മാറി എന്നുള്ള ആ ബുദ്ധിയോടുകൂടി, ആ അറിവോടുകൂടി, ആ ജ്ഞാനത്തോടുകൂടി കഴിയൂ എന്നതു കേട്ട നേരം ഉദ്ധവരുടെ ചോദ്യം. ഒത്തിരി 21 ചോദ്യങ്ങളാണ്. ഇത് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് പറയാനൊന്നും, ഓരോ ചോദ്യം വരുമ്പോൾ നിങ്ങൾ മനസ്സിലായിക്കൊള്ളണം. ഈ ഉപദേശങ്ങൾ ഓരോ ചോദ്യത്തിനും ഉത്തരം കൊടുക്കുവാണ്. അപ്പോൾ ഭഗവാനോട് വീണ്ടും ഉദ്ധവർ ചോദിച്ചു, മുന്നമേ സംഘം കളഞ്ഞിടുവാൻ എന്തുപായം? നമ്മൾ ഈ ചേർച്ച ഒട്ടല് ഈ പ്രകൃതിയിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ എന്താ? സംഘമാണ്. ആദ്യം ഒരു കുഞ്ഞ് ജനിച്ചാൽ എന്താ സംഘമാരുടെ? അമ്മയോടാ സംഘം, അമ്മയ്ക്ക് കുഞ്ഞിനോട്. അപ്പം ആ ഒരു സംഘം, അതിൽ നിന്ന് പാലൂടിയെല്ലാം കഴിഞ്ഞ് എന്നാലും അമ്മ എന്നുള്ള സംഘം. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ വളരുമ്പം കുട്ടികളുമായി സംഘം, കളിക്കാനുള്ള പ്രായം. അങ്ങനെ കഴിഞ്ഞ് പിന്നെ വിദ്യാഭ്യാസമൊക്കെ ആയി വരുമ്പോൾ അങ്ങനെ ഓരോന്ന് സംഘപ്പെട്ട് പിന്നെ വിവാഹം കഴിയുമ്പം ഭാര്യ മക്കൾ അങ്ങനെ സംഘം. പിന്നെ ഒടുക്കം ആ മക്കളുടെ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള സംഘം, പഠിത്തത്തായാലും പിന്നെ അവരെ കെട്ടിച്ചയക്കുന്ന ഇതിങ്ങനെ കെട്ടി ഓരോരുത്തരും ഇങ്ങനെയാണ്. പിന്നെ മറ്റുള്ളവർ അപ്പോഴത്തെ പിതാവ് മാതാവൊക്കെ അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ ആവും. അപ്പോഴും ഈ അപ്പൂപ്പൻ്റെ അമ്മൂമ്മയുടെയും സംഘം മാറുന്നില്ല. തലമുറ ഇങ്ങനെ കഴിഞ്ഞാലും അവരുടെ സംഘം തീരത്തില്ല. ഇതാണ് ഈ ലോകം. അപ്പം ഒരിക്കലും 90 വയസ്സാകുമ്പോഴും ഇതിങ്ങനെ മുറ്റി സംഘത്തിൽപ്പെട്ട് കിടക്കുക, വിടുതലില്ല. ഈ ലോകമായിട്ടുള്ള വിടുതൽ വേണം. അതിനെല്ലാം ഈ സംഘത്തിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറണം, വിടുതൽ വെച്ചാൽ മുക്തനാകണം. അതുകൊണ്ടാണ് ഇവിടെ ഇത് മായയാൽ മയമെന്നതറിഞ്ഞ് സമബുദ്ധിയോടുകൂടി മായ വിച്ഛിന്ന ബോധാൽ മായ വിട്ടുമാറി എന്നുള്ള രീതിയിൽ സഞ്ചരിക്കൂ.
അത് കേട്ടപ്പോൾ ചോദിച്ചു, എന്താണ് ഈ സംഘം കളഞ്ഞിടുവാൻ എന്താ ഒരു ഉപായം പറഞ്ഞു തരൂ ഭഗവാനെ. നമ്മൾ ഓരോരുത്തരും ചോദിക്കണം. നമ്മളിപ്പോൾ എത്ര നാളുണ്ട് ഇത് വായിച്ച് മനസ്സിലാക്കുന്നത്. ഇത് കിടന്ന് വായിച്ചതൊക്കെ തന്നെയാണ് സംഘം പോകുന്നത്. കാരണം ഇതിനുള്ള മമത വിട്ടു പോവാതെ എങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും? ഈ ലോകവും പരമാത്മാവിലോട്ട് ലയിക്കുന്ന ആ ഒരു അളവും രണ്ടും വ്യത്യാസങ്ങളാണ്. ഈശ്വരനെ ആരാധിച്ചുകൊണ്ടും ഈ ലോക ജീവിതത്തിൽ നിന്ന് കുറേശ്ശെ നമ്മുടെ മനസ്സിൽ നിന്ന് വിട്ട് മാറി ഈ ലോകമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. എല്ലാ ആഗ്രഹങ്ങളും നിലച്ച് സർവത്തിൽ നിന്നും വിടുതൽ പ്രാപിച്ചെങ്കിൽ മാത്രമേ പരമാത്മാവിൽ നിർഗുണനായിരിക്കുന്ന ഈശ്വരൻ ലയിക്കാൻ പറ്റൂ. അപ്പോഴേ നമുക്ക് മോക്ഷമുള്ളൂ. അതുകൊണ്ട് ഇവിടെ പറയുന്നത് എന്താ ഒരു ഉപായം പറഞ്ഞൊരു ഭഗവാനെ നാരായണ കൃഷ്ണ. നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ പറയണം, ഭഗവാനെ എന്താ എനിക്കിങ്ങനെ സംഘം വന്നു പോയത്, എനിക്ക് എൻ്റെ മമതയൊന്നും വിട്ടു പോകാൻ പറ്റുന്നില്ല, എനിക്ക് കുട്ടികളെ കാണാതിരിക്കാൻ പറ്റുന്നില്ല, എൻ്റെ വീട്, എൻ്റെ ധനം, എൻ്റെ കുഞ്ഞുങ്ങൾ എന്നുള്ള ചിന്തയൊന്നും ഒട്ടും മാറുന്നില്ലല്ലോ, എൻ്റേതും നിൻ്റേതുള്ള ചിന്തയായി പോകുന്നല്ലോ, സമത്വം വരുന്നില്ലല്ലോ. സംഘം പോയി കഴിഞ്ഞാലേ സമത്വം ഉണ്ടാവും. എല്ലാം ഈശ്വരൻ്റെ പൈതങ്ങളാണെന്ന് നമുക്ക് ഉള്ളിൽ ഈ ജീവജാലങ്ങൾ എല്ലാം ഒന്നാണ്, ഏകമാണ്, നാം തന്നെയാണെന്ന് നമുക്കുള്ള അറിഞ്ഞു വരണമെങ്കിൽ നമ്മൾ ഇതിൽ നിന്നെല്ലാം വിടുതൽ പ്രാപിക്കണം. എൻ്റെ എന്നുള്ള മമത പോകണം. അതുകൊണ്ട് മുന്നമേ ഈ സംഘം, ഈ ബന്ധം, ഇത് എന്താ ഒരു മാർഗം, ഇതെന്ന് എനിക്ക് ഒഴിഞ്ഞു മാറാനെന്ന് ചോദിച്ചു. അപ്പോൾ എന്ത് പറഞ്ഞു? ലോക തത്വത്തെ വിമർശിക്കുക, സംഘങ്ങൾ പോവാൻ. അപ്പം സംഘങ്ങൾ പോവാൻ ലോക തത്വത്തെ വിമർശിക്കണം. ഇപ്പം ഞാനീ പറയുന്ന വിമർശനമാണ്. ഇത് ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല. ഇതൊരു വിമർശനം. ഇതുപോലെ ഈ ലോക തത്വം എന്താണ്? ഈ ലോകം മായയാണ്. അതിനെ നമുക്ക് വിമർശിച്ച് ഇതിങ്ങനെയാ അങ്ങനെ പറഞ്ഞ് ഗുണദോഷങ്ങൾ പറഞ്ഞ് സജ്ജന സംഗമത്തിൽ കൂടിയും സൽപ്രവൃത്തിയിൽ കൂടിയും ആരാധനയിൽ കൂടിയും ഭഗവാന്റെ ഭക്തി കൊണ്ടും എല്ലാം കൊണ്ടും നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റും. ഈ സംഘം മാറ്റാൻ പറ്റും. പെട്ടെന്ന് എടുത്തു കളയുന്നൊരു കാര്യമല്ല. അത് മനസ്സിൽ വന്ന് ഭവിക്കേണ്ടത്, നമ്മളെ ഉള്ളിൽ അതായി തീരേണ്ടതാണ്. അത് പതുക്കെ തീർന്ന് വരണം. അല്ലാതെ ഈ ഒരു പരീക്ഷ എഴുതി ഒരു നോട്ട് എഴുതി മാറ്റേണ്ടത് മാറ്റാൻ പറ്റുന്ന ഒന്നല്ല ഇത് പ്രവൃത്തിയിൽ കൂടി കൊണ്ടുവരേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ലോക തത്വത്തെ വിമർശിക്കുക, സംഘങ്ങൾ പോവാൻ. അപ്പോൾ നമുക്കുള്ള സംഘം ഈ കെട്ടുകളായത് കർമ്മം പുരുഷന്. നമ്മളെല്ലാം കെട്ടിട്ട് വെച്ചേക്കുക, മക്കൾ, ഭാര്യ എന്നുള്ള ചീരി ഒരിക്കലും വിട്ടുപിരിയാം. അടുത്തൊരു ജന്മം കൂടെ ഉണ്ടെങ്കിലും നിന്നെ തന്നെ ഞാൻ കെട്ടും. അപ്പം ഭാര്യ പറയും, എനിക്കിനി ഒരു ജന്മം ഉണ്ടെങ്കിൽ ഞാനും താങ്കൾ തന്നെ കെട്ടും. ചിലർ പറയും, എനിക്കിനി ഇങ്ങനെ വേണ്ട, ദൈവമേ എനിക്കൊരു ജന്മവും വേണ്ട എന്നും പറയും. കാരണം അത്രമാത്രം കഷ്ടത അനുഭവിച്ചാൽ അങ്ങനെയും പറയും. സുഖജീവിതത്തിൽ എങ്ങനെ ലോകസുഖത്തിൽ ജീവിക്കുന്നവർക്ക് ഇത് സന്തോഷമാണെന്ന് കണ്ടാൽ ഇനിയും നമുക്ക് ഒന്നിച്ച് വരണം, നമ്മുടെ മക്കളും എല്ലാം ഒന്നായി തന്നെ ഇനിയും വരണം എന്ന് പറയുന്നവരുമുണ്ട്. ഈ സംഘം എന്നാ വിട്ടുപോകുന്നത്? അതുകൊണ്ടാണ് ഭഗവാൻ ഇടയ്ക്കിടയ്ക്ക് മനുഷ്യർക്ക് ഓരോ ആപത്തുകൾ നമ്മുടെ കർമ്മവാസന കൊണ്ടായാലും ആ ദുരിതങ്ങളും ദുഃഖങ്ങളും കൊടുക്കുന്നതിനാ അതിൽ നിന്ന് അല്ലാതെ മാറത്തില്ല. നമ്മുടെ മനസ്സ് അതിൽ നിന്ന് മാറത്തില്ല. ഈശ്വരനെ വിളിക്കണമെങ്കിൽ, ഈശ്വരനോട് ചേരണമെങ്കിൽ നമുക്ക് ചില എന്താ പറയുക, വൈരാഗ്യം വരാത്തടത്തോളം കാലം എനിക്കിതിൽ നിന്നും വ്യക്തമായി മാറി ഈശ്വരങ്ങളിലേക്ക് എത്തണം എന്നുള്ള വൈരാഗ്യം നമുക്ക് വന്നില്ലെങ്കിൽ ഭഗവാൻ ഓരോരോ ആപത്ത് കൊണ്ടുവെക്കും. കഷ്ടനഷ്ടങ്ങളും ദുഃഖദുരിതങ്ങളൊക്കെ കൊണ്ട് വയ്ക്കുന്നത് എന്തിനാ? ഭഗവാൻ നമ്മുടെ സ്നേഹമുള്ളത് കൊണ്ടാണ്, നന്നാക്കാൻ വേണ്ടിയാ. യഥാർത്ഥത്തിലേക്ക് ഭഗവാൻ ആഗ്രഹമുണ്ട്, എൻ്റെ പൈതങ്ങളാണ്, എൻ്റെ അടുക്കലേക്ക് വരണം. നമ്മുടെ മക്കളെ നമ്മൾ എങ്ങനെയാ ആ കുട്ടികൾ വേറായി മാറിപ്പോകുമ്പോൾ നമുക്ക് ദുഃഖമുണ്ടാകുന്നത് പോലെ ഭഗവാൻ ദുഃഖമുണ്ട്, നശിച്ചു പോകുന്നതിന് ദുഃഖമുണ്ട്. കുറച്ച് പേരെങ്കിലും ഭഗവാന്റെ അടുക്കലേക്ക് ചെല്ലണ്ടേ? അതുകൊണ്ട് ഭഗവാന്റെ വിഷമം കൊണ്ടാണ് പറഞ്ഞത് ലോക തത്വത്തെ വിമർശിക്കുക. അപ്പോഴേ നമ്മൾ സംഘങ്ങൾ പോകും. ഇങ്ങനെ നമ്മൾ ആയിത്തീരുമ്പോൾ ഇതുപോലെ നമ്മൾ പറഞ്ഞ് 10 പേര് കേട്ടാൽ 10 പേരിൽ ഒരാളെങ്കിലും ഈ ഞാനീ പറഞ്ഞ വിമർശനം കേട്ടെങ്കിലും ഒന്ന് തിരിഞ്ഞ് വന്നാൽ അത്ര നല്ലതല്ലേ? അപ്പോൾ ഇങ്ങനെ വിമർശിച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി വേണം വരാൻ. അങ്ങനെ സംഘങ്ങൾ പോവാൻ എന്ത് വേണം? ഇതിന് അവധൂത യതു സംവാദമെല്ലാം വഴിയെ അരുൾ ചെയ്ത് അപ്പോൾ ഓരോരോ ഉദാഹരണങ്ങളും ഉപമകളെല്ലാം ഇതിൽ കൂടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ പലപ്പോഴും പലതും വായിച്ചിട്ടുണ്ട്, ഇനിയും വായിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. നമ്മൾ ഇതുകൊണ്ട് മനസ്സിലാക്കും. അപ്പോൾ ഭഗവാൻ ഇങ്ങനെ അവധൂത യതു സംവാദമെല്ലാം വഴിയേ അരുൾ ചെയ്ത നേരം ഉദ്ധവർ ചോദ്യം വീണ്ടും ചോദിക്കുന്നു. എന്താ? വിഷയങ്ങളിൽ വർത്തിച്ചിടുന്ന ദേഹിക്കുക, വിഷയങ്ങളാൽ ബന്ധമില്ലാതെ ഇരിപ്പതും വിഷയങ്ങളാൽ ബന്ധമുണ്ടാകും വിവരവും അരുൾ ചെയ്യുക എന്ന് കേട്ട്. അപ്പോൾ ഇത്രയും കൂടെ ഭഗവാനോട് വിഷയങ്ങൾ വർത്തിച്ചിടാൻ ദേഹിക്കും. നമ്മൾ ഈ വിഷയങ്ങൾ ഇങ്ങനെ കെട്ടിട്ട് വച്ചേക്കുക. ഈ ലോകത്തിലെല്ലാം വിഷയങ്ങളാണ്. അതായത് ഇന്ദ്രിയങ്ങളാകുന്ന കണ്ണ്, മൂക്ക്, നാക്ക്,
ചെവി, ത്വക്ക്, ഇങ്ങനെയുള്ള ഇതാണല്ലോ ലോകത്തുള്ളത്. ഇതുകൊണ്ടാണല്ലോ നമ്മളെല്ലാം ഇപ്പോൾ കണ്ണുകൊണ്ട് കണ്ട് 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 ചൊവ്വയിൽ വരെ എത്തണമെങ്കിൽ നമ്മൾ കണ്ണുകൊണ്ട് കാഴ്ചയില്ല, നടക്കില്ല. അതുപോലെ ചെവി കൊണ്ട് കേൾക്കാതെ ഒന്നും നടക്കത്തില്ല. ഈ ലോകത്ത് എന്ത് വേണമെങ്കിലും ചെവിയും വേണം, കണ്ണും വേണം, നാക്ക് വേണം, സംസാരിക്കാൻ പിന്നെ മണക്കാനുള്ള മൂക്കിൻ്റെ ഇത് വേണം, വല്ലതും കഴിക്കാതെ ശക്തി ഉണ്ടാവില്ല രസനം, ആ നാക്കിൻ്റെ രസനേന്ദ്രിയം, ഇതും അതുപോലെ ത്വക്ക് സ്പർശിക്കുന്നത്, ഇതെല്ലാം കൊണ്ടാണ് നമ്മൾ ഈ ലോകത്തെ എല്ലാം നടത്തുന്നത്. ഈ ഇന്ദ്രിയങ്ങൾ കൊണ്ടാണ്. ഇത് നമ്മുടെ ഒരു മനുഷ്യൻ്റെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് തന്നെയാണ് മനസ്സും കൂടെ ചേർത്ത് 6ാം ഇന്ദ്രിയം. ഇതെല്ലാം കൊണ്ടാണ് ഈ ലോകത്തിലെ ഓരോ കാര്യങ്ങളും ചെയ്യുന്ന. ഇതൊന്നും ഇല്ലാതെ ചെയ്യാൻ പറ്റൂലല്ലോ. അപ്പം അതുകൊണ്ട് ഈ വിഷയങ്ങളിൽ വർത്തിച്ചിടുന്ന ദേഹിക്ക് ഇഹ വിഷയങ്ങളാൽ ബന്ധമില്ലാതെ ഇരിപ്പതും, ഈ വിഷയങ്ങളിങ്ങനെ വർത്തിക്കുന്ന ഈ ദേഹത്തിനല്ല നമുക്ക് വിഷയങ്ങളാൽ എങ്ങനെ ബന്ധമില്ലാതിരിക്കാൻ പറ്റും? നമ്മളിതെല്ലാം ചെയ്തേ പറ്റൂ. ഈ ലോകത്തിലെ സർവ്വ ജോലികളും എന്തെല്ലാം ഉണ്ടോ അതെല്ലാം നമുക്ക് ചെയ്യാതെ കർമ്മം ചെയ്തെങ്കിലേ നമുക്ക് ജീവിക്കാൻ പറ്റൂ. അപ്പം നമ്മൾ ജനിച്ചാൽ അന്ന് തൊട്ട് അറിവായ നാളെ തൊട്ട് നമുക്ക് ചെറിയ ചെറിയ കുട്ടികൾക്ക് വേണ്ടുന്ന കർമ്മങ്ങൾ, മുതിർന്ന് വരുന്തോറും ഓരോരോ കർമ്മങ്ങൾ മാറി മാറി അങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതിന് എങ്ങനെയാണ് ഈ മനുഷ്യൻ, ഈ ജീവൻ ഇങ്ങനെ വർത്തിച്ചിരിക്കുന്നതിനകത്തുനിന്ന് വിഷയങ്ങൾ ബന്ധമില്ലാതിരിക്കുന്നത് എങ്ങനെയാ? ഇങ്ങനെയുള്ള മനുഷ്യർക്ക് എങ്ങനെ ഒക്കും ബന്ധപ്പെടാതിരിക്കാൻ, ബന്ധമില്ലാതെ എങ്ങനെ ഒറ്റയ്ക്ക് കഴിഞ്ഞ് ഒന്നും ആരോടും മിണ്ടാതെടുക്കാതെ ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ? എന്തുകൊണ്ടാണ് ബന്ധമില്ലാതിരിക്കാൻ പറ്റാത്തത്? എങ്ങനെ ബന്ധപ്പെട്ടിരിക്കേണ്ടത് എന്താണ് അത് ചോദിക്കുന്നത്. എങ്ങനെ ഇതൊന്ന് വിട്ടുപിരിയാൻ പറ്റും? എന്തുകൊണ്ടാണ് നമുക്കത് ബന്ധപ്പെട്ടൂടാ എന്ന് പറയുന്നത്? അതുകൊണ്ട് വിഷയങ്ങളാൽ ബന്ധം ഉണ്ടാകും വിവരവും. അപ്പം ഈ വിഷയങ്ങളിൽ ബന്ധം ഉണ്ടാകുന്നതും ഇതെല്ലാം തിരിച്ചു പറഞ്ഞു തരണമെന്ന് പറഞ്ഞു അരുൾ ചെയ്യുന്നത് കേട്ടപ്പോൾ ഭഗവാൻ പറഞ്ഞു, ബന്ധമോക്ഷങ്ങൾ ഭേദാൽ വരുന്നു. അപ്പോൾ ബന്ധവും മോക്ഷവും രണ്ടും രണ്ടാണ്. ബന്ധത്തിൻ്റെ ഓപ്പോസിറ്റാണ് മോക്ഷം. ബന്ധം എന്ന് പറയുന്നത് നമ്മൾ കെട്ടിട്ട് ഇങ്ങനെ ഒരു മാല ഓർത്തിടുന്ന പോലെ എൻ്റേതെന്ന് പറയാം, എല്ലാം വീടും കൂടും മക്കളും ദുരിതങ്ങളാണ് നടക്കുന്ന മൊത്തവും ബന്ധനം. ഈ ബന്ധനത്തിൽ നിന്ന് ഓപ്പോസിറ്റ് എന്താ? ഇതൊക്കെ അറ്റുപോകണം, മനസ്സിൽ നിന്നാണ്. ഇതെല്ലാം വേർതിരിച്ചിതൊന്നും ശാശ്വതമല്ല, ഇതെല്ലാം നിത്യമല്ല. അതുകൊണ്ട് ഇതെല്ലാം ചപ്പും ചവറുമാണെന്ന് അങ്ങേയറ്റം നമ്മൾ ആയിത്തീരുമ്പം എല്ലാം എടുത്ത് ദൂരെ കളയും. മനസ്സുകൊണ്ട് ഒന്നും വേണ്ട, നമുക്ക് ഈശ്വരൻ മാത്രം ബന്ധുവായിരുന്നാൽ മതി. അതാണ് മോക്ഷം. അപ്പം ഇത് രണ്ടും ഇതാണ് അവസ്ഥ. ബന്ധനം വെച്ചാൽ ഈ ലോകത്തിലേക്ക് കെട്ടിട്ട് വയ്ക്കുക. എനിക്ക് കുറേ കൂടെ വേണം, എനിക്ക് 1 കിട്ടിയാൽ നാളെ 10 വേണം, ഇങ്ങനെയുള്ള ചിന്തകളും, ഒരു ഭാര്യ പോരാ രണ്ടാമതൊന്നും കെട്ടണം, ഇങ്ങനെയുള്ള ലോകത്തിൽ ഇങ്ങനെ കിടക്കുന്ന ബന്ധനം. ഈ ബന്ധത്തിന് നേരെ ഓപ്പോസിറ്റാണ് മോക്ഷം. അപ്പോൾ ഈ മോക്ഷം, ഈ ഭേദം, ഇത് രണ്ടിൻ്റെയും ഭേദം എങ്ങനെ ഈ വരുന്നു? എന്താ മോക്ഷം എന്തുകൊണ്ട് വരണം? വിദ്യ ഉണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും ഇവിടെ കെട്ടിട്ട് കിടക്കുക. ഈ ജീവൻ എടുത്തു പോയെങ്കിൽ നമ്മൾ കെട്ടി തന്നെയാണ്. കാരണം ആദ്യമേ അമ്മയും കുഞ്ഞുങ്ങളെ കെട്ട്. എൻ്റെ അമ്മ എങ്ങോട്ടും തിരിയാനാ കുഞ്ഞിന് സമ്മതിക്കില്ല. അതുപോലെ അമ്മ എങ്ങോട്ട് പോലും എൻ്റെ കുഞ്ഞ് എവിടെ എന്ത് ജോലിക്ക് പോയാലും കുഞ്ഞുങ്ങളെ ചിന്ത, അതാണ് കെട്ട്. അത് മുതിർന്ന് ആ കുട്ടി സ്വന്തം കാലിൽ നിൽക്കാൻ പഠിച്ചാലും ഈ അമ്മയുടെ കെട്ട് മാറത്തില്ല. കെട്ടിക്കൊണ്ടിരിക്കുക. എൻ്റെ കുഞ്ഞ് വളർന്നാലും ദൂരം എവിടെയും പോയ, അയ്യോ വണ്ടി യാത്ര ചെയ്യുന്നു, എൻ്റെ കുഞ്ഞിനെ നോക്കിക്കൊണ്ടേ ഭഗവാൻ, ഇങ്ങനെയൊക്കെ അങ്ങ് മനസ്സ് എപ്പോഴും കുഞ്ഞിനെയും വളർന്ന് പെണ്ണ് കെട്ടി വയസ്സായാലും അമ്മമാർക്ക് ആ ഒരു വേദന മാറില്ല. ആ വേദന മാറാത്തത്തോളം കാലം എങ്ങനെ പരമാത്മാവിൽ ലയിക്കാൻ പറ്റും, ഭഗവാനോട് ചേരാൻ പറ്റും? അതുകൊണ്ട് ഇതിന് എന്തുകൊണ്ടാണ് അത് മാറ്റാൻ പറ്റും? വിദ്യ കൊണ്ട്. വിദ്യ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിൽ നിന്ന് മുക്തനാവാൻ, മോക്ഷമാവാൻ പറ്റൂ. മോക്ഷം എന്ന് പറയുന്നത് എന്താണ്? ഇതിൽ നിന്നെല്ലാം മുക്തനാവുക. ഈ ലോകത്തിൻ്റെ ഇത് കെട്ടുപാടിൽ നിന്ന് വിരക്തി വന്നിട്ട് തിരിഞ്ഞ് ഈശ്വരങ്കിലേക്ക്. നമ്മുടെ ബന്ധു പിന്നെ ഭഗവാൻ തന്നെയാണ്, പരമാത്മാവാണ്. ആ ബന്ധു നമ്മൾ തന്നെ അങ്ങ് ആയി മാറുമ്പോൾ നാം തന്നെ ആയി അങ്ങ് മാറുക. അതാണ് മോക്ഷം. അത് എന്തുകൊണ്ടാണ്? അത് വിദ്യ വേണം. എന്ത് വിദ്യയാണ്? MAയും BAയും അല്ല, ആധ്യാത്മികമായ MAയും BA വേണം. അങ്ങനെ BA MA ഒക്കെ എടുത്ത് അതിൻ്റെ ലിറ്ററേച്ചറൊക്കെ എടുക്കാമെങ്കിൽ നമുക്ക് ഇതുപോലെ യഥാർത്ഥമായ ജ്ഞാനം ആയി വരും. ഈ ലോകത്തിനകത്തുനിന്ന് വിടുതൽ കിട്ടും. അതിന് ആ വകുപ്പെടുത്തുള്ള ഇപ്പം അതൊക്കെ പഠിക്കാനുണ്ടല്ലോ, മനസ്സിലൊക്കെ ഗുരു മുഖാന്തരം പഠിക്കാനുണ്ടല്ലോ. അപ്പം അങ്ങനെ ഉണ്ട്. ആ ഒരു വിദ്യ കൊണ്ട് മാത്രമേ നമുക്ക് ഇതിൽ നിന്ന് മാറ്റി പിടിക്കാൻ പറ്റൂ. അതുവരെ നമുക്ക് ബന്ധം തന്നെയാണ്, കെട്ട് തന്നെയാണ് ഉള്ളിൽ. അത് ബോധം അറിവില്ലാത്തതോളം കാലം, ആ വിദ്യ ഇല്ലാത്തതോളം കാലം നമുക്കൊരിക്കലും അതിൽ ആർക്കും ഇതിനെ പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ഈ ലോകമാണ്, ഇതാണ് വലുത്, ഇതെൻ്റേതെന്നുള്ള ചിന്ത, ഇതൊക്കെയാണ് ഈ ലോകത്തുള്ളത്, മറ്റൊന്നും
അറിയേയില്ല. കാരണം അങ്ങനെ ജ്ഞാനം ആർക്കും മിക്കവാറും പേർക്ക് ഇല്ലാത്തത് കൊണ്ടാണ്, ഇത് പഠിക്കാത്തത് കൊണ്ടാണ്, ഈ ഭാഗവതം എന്താണെന്ന് പോലും അറിയാത്തത് കൊണ്ടാണ്. ഇതൊക്കെ മനസ്സിലാക്കി ഗ്രഹിക്കുന്നവർക്ക് മാത്രമേ അത് ആയി തീരാൻ അതിനെ പ്രയത്നിച്ചാൽ മാത്രമേ അങ്ങനെ ആകത്തുള്ളൂ. അപ്പോഴാണ് നമുക്ക് വിദ്യ ഉണ്ടാവും. ഈ പുരാണം, ഈ ഭാഗവതം തന്നെ മതി, ഇതിനകത്ത് എല്ലാം ഉണ്ട്. അങ്ങനെ നമ്മൾ പഠിച്ചായി തീർന്നാൽ മതി, അങ്ങനെ പ്രവൃത്തിയിൽ കൂടി കൊണ്ടുവന്നാൽ മതി. എന്നാലോ ബന്ധം ഇത് അവിദ്യയാൽ. എന്താണ് ബന്ധം? അത് അവിദ്യ. ഈ പ്രകൃതി അവിദ്യയാണ്. പ്രകൃതിയിൽ നമ്മൾ ജീവിക്കും തോറും നമുക്ക് ഈ പ്രകൃതി ഇതാണ് യഥാർത്ഥം, ഇത് സത്യമാണെന്ന് കണ്ട് അതിൽ തന്നെ ലയിച്ചൊക്കെ കിടക്കും. അപ്പോൾ നമുക്ക് ഒരിക്കലും അവിദ്യയിൽ നിന്ന് വിദ്യയിലേക്ക് പോകാൻ പറ്റത്തില്ല. വിദ്യ എടുത്ത് മാറണമെങ്കിൽ അത് ചിലർക്ക് യോഗം ഉണ്ടെങ്കിൽ അത് മാറും. ഇല്ലാത്തവർ ഉള്ള കാലവും എത്ര ജനിച്ചാലും മരിച്ചാലും പിന്നെ വന്ന് വീണ്ടും ഈ പ്രകൃതി തന്നെ കിടന്ന് ഉഴലും. അറിവുണ്ടാവില്ല. ഈ ലോക ജീവിതത്തിലെ അറിവേ ഉണ്ടാവുള്ളൂ. അതൊക്കെ നമുക്ക് ഈ ശരീരത്തിന് വേണ്ടുന്ന അറിവാണ്. നമുക്ക് ആത്മീയമായ നമ്മൾ ആരാണെന്ന് അറിഞ്ഞ് അതിലേക്ക് ലയിക്കാൻ, പരമാത്മാവിൽ ചേരാനുള്ള അറിവ് നമ്മൾ പ്രത്യേകം എടുത്തേ പറ്റൂ. അതുകൊണ്ട് ബന്ധം എന്ന് പറയുന്നത് മോക്ഷം എന്ന് പറയുന്നത് രണ്ടും രണ്ടാണ്. തെക്കും വടക്കുമായിട്ടുള്ള ഓപ്പോസിറ്റാണ്. ബന്ധം എന്താണ്? അവിദ്യ. ബന്ധം ഇത് അവിദ്യയാൽ. അപ്പോൾ അവിദ്യ കൊണ്ട് നമുക്ക് ബന്ധമാണ്, കെട്ടാണ്. അതിന് അറിവില്ല, അതിന് തിരിച്ചു മാറ്റാനുള്ള അറിവില്ല. അതുകൊണ്ട് അറിവ് വന്നാൽ മാത്രമേ മോക്ഷമുള്ളൂ. വിദ്യ മോക്ഷം, ബന്ധം അവിദ്യ. അപ്പോൾ രണ്ടിൻ്റെയും പൊരുൾ മനസ്സിലായി കാണുമല്ലോ മക്കൾക്ക്. അപ്പം ബന്ധം എന്ന് പറയുന്നത് അറിവില്ലായ്മ, അന്ധകാരം. ഇവിടെ ഒരുപാട് ജനങ്ങൾ, എത്ര കോടാനുകോടി ജനങ്ങളുണ്ടെങ്കിൽ അതിൽ എണ്ണിയെടുക്കാവുന്നതേ കാണൂ ഈ അറിവ്. അതായത് ഈ വിദ്യ, മുക്തനായി പോവുക. അല്ലാത്തവരെല്ലാം കുറച്ച് അരഭക്തിയായിട്ടൊക്കെ നടന്നങ്ങ് പോകും, അത്രയേ ഉള്ളൂ. എന്നിട്ട് അപ്പം ബന്ധവും മോക്ഷവും രണ്ടും രണ്ടാണ്. ബന്ധം ഈ ലോക ജീവിതവും അത് വിഷയങ്ങളാണ്. മോക്ഷം അതിൽ നിന്നെല്ലാം മുക്തനായി തീരുകയാണ്. അത് വിദ്യ കൊണ്ടേ നേടാൻ പറ്റൂ. അത് ഇത്രയുമായ. ഇനി അടുത്ത ചോദ്യം എന്താണ്? വിദ്വാൻമാരായ മഹത്തുക്കൾ ആരെന്ന് ചൊല്ലുക. അങ്ങനെങ്കിൽ പിന്നെ ഭഗവാനെ ആരാണ് ഈ മഹത്തുക്കൾ? വിദ്വാൻമാരായ മഹത്തുക്കൾ ആരാണ്? ഇത് ഇത്രയും അറിയണമെങ്കിൽ ഈ വിദ്യ കൊണ്ടേ മോക്ഷം വരാൻ പറ്റുള്ളെങ്കിൽ അങ്ങനെയുള്ള മഹത്തുക്കൾ ഇവിടെ ആരാ ഒന്ന് പറഞ്ഞു തരൂ. നമുക്കൊന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നതല്ല മക്കളെ. യഥാർത്ഥ ജ്ഞാനികളെ കാണാൻ വളരെ പ്രയാസം. അവർക്ക് വേഷഭൂഷാദികളൊന്നും ഇല്ലാതാനും ചിലപ്പോൾ ഉള്ളവർക്ക് ഈ പറഞ്ഞ വിദ്യ ഇല്ലാതെയും വരാം. ഇന്നത്തെ ലോകം കപടമാണ്. സന്യാസി വേഷം കെട്ടിയിട്ട് എല്ലാം തികഞ്ഞ മുക്തനാണെന്ന് കരുതി പറഞ്ഞാലും ചിലർ അതിൽ 100% സത്യമായിരിക്കും, ബാക്കിയെല്ലാം കാപട്യവും ആവാം. അതുകൊണ്ട് ആരും നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. പക്ഷെ പ്രവൃത്തി കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം. ഒരാളുടെ പ്രവൃത്തി എന്താണെന്ന് നമുക്ക് കണ്ടറിഞ്ഞാൽ അയാൾ ശുദ്ധനാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അല്ലാതെ ഒരിക്കലും കണ്ടറിയാൻ പറ്റത്തില്ല ഒരു മഹത്തുക്കൾ ആരാണെന്ന്. അപ്പോൾ ഇവിടെ പറയുന്നത് വിദ്വാൻമാരായ മഹത്തുക്കൾ ആരാ ഭഗവാനെ, അതൊന്ന് പറഞ്ഞു തരൂ. അപ്പോൾ പറഞ്ഞു, വിദ്വാൻമാർ ആരാണ്? ജിതേന്ദ്രിയന്മാരായി, ഇന്ദ്രിയങ്ങളെ നിഗ്രഹിച്ചവരാണ് വിദ്വാൻ. ജയിച്ചവർ. ജിതേ ഇന്ദ്രിയൻ, ഇന്ദ്രിയത്തിനെ ജയിച്ചവൻ. അപ്പോൾ വിദ്വാൻമാരാരാണ്? ഈ ഇന്ദ്രിയങ്ങൾ, കണ്ണും മൂക്കും നാക്കും ഒക്കെ അങ്ങനെയുള്ള ഇന്ദ്രിയങ്ങളെ ജയിക്കണം. അങ്ങനെയുള്ളവരാണ് ഒരു മുനിയെ പോലെ മുറിക്കകത്തിരിക്കുന്നത്. അവർക്ക് ഈ ലോകമായിട്ട് യാതൊരു ടച്ചും ഇല്ല. എൻ്റെ മക്കളും ചോദിക്കും, അമ്മ എങ്ങനെയാണ് ഇവിടെ ഒറ്റയ്ക്ക് ഒരു മുറിയിൽ, ഒരു വീടാണെങ്കിലും ഒരു മുറിയിൽ എപ്പോഴും 24 മണിക്കൂറും ആരെയും കാണാതെയും കേൾക്കാതെയും ഇങ്ങനെ ഇരിക്കുന്നത് എങ്ങനെയാണെന്ന് പലരും എന്നോട് ചോദിക്കുന്നുണ്ട്. എൻ്റെ മരുമോളും അമ്മ എങ്ങനെയാണ്? ഇപ്പോൾ തന്നെ എന്നാളും എൻ്റെ അടുത്ത് ചോദിച്ചു, ഈ യൂട്യൂബിലൊക്കെ ഇത്ര 3-3.5 വർഷം ഇടുന്നത് അമ്മയ്ക്ക്, ഞാനാണെങ്കിൽ എന്നേ മടുത്തു പോയേനെ. അവിടെ എന്നോട് ചോദിക്കുന്നത്. അവൾക്ക് ജോലിയൊക്കെ ആയി, കോഴിക്കോട് ടീച്ചറായിട്ട് സ്കൂളിൽ ആദ്യത്തെ ശമ്പളം കൊണ്ടുവന്ന് എനിക്ക് 12,000 രൂപ കൊണ്ട് തന്ന് അങ്ങനെയൊക്കെ ഉള്ള മരുമകളാണ്. അപ്പോൾ തൊട്ടടുത്ത് ഇത് 10 സെൻറ്റ്, അത് അവന് എൻ്റെ മോന് ഞാൻ 10 സെൻറ്റ്, അങ്ങനെ അവർ സ്വന്തമായിട്ട് വീടൊക്കെ അത് കഴിഞ്ഞ് കഴിയുന്നു. അപ്പുറമാണ്. വലിയ സ്വത്തുക്കളൊന്നും നമുക്കില്ല മക്കളെ. എല്ലാ മക്കൾക്കും ഒക്കെ 10-20 സെൻറ്റൊക്കെ കൊടുക്കാനേ ഉള്ളു. അങ്ങനെയൊക്കെ ആണെങ്കിലും മനസ്സ് എന്തോ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഇതുവരെ മക്കൾക്ക് എല്ലാം എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഞാനും സുഖമായി കഴിയുന്നു. അതുകൊണ്ട് ഇവിടെ പിന്നെ ഇങ്ങനെ മടുപ്പില്ലാത്ത എന്താ നമ്മൾ എന്തോ പറഞ്ഞുകൊണ്ടിരുന്നത്, മനഃപൂർവ്വം പറഞ്ഞതല്ല. ഞാനാണെങ്കിൽ എന്നേ ഇത് മടുത്തേനെ എന്ന്. അപ്പോൾ എനിക്കെന്താ മടുപ്പില്ലാത്ത? ഞാനല്ലല്ലോ അത് പ്രവർത്തിക്കുന്നത്, ഞാനൊരു യന്ത്രമായിട്ട് നിൽക്കുന്നതല്ലേ ഉള്ളൂ. അതുകൊണ്ട് വിദ്വാൻമാർ ജിതേ ഇന്ദ്രിയന്മാരായി, ഇന്ദ്രിയങ്ങളെ ജയിച്ചവരാണ്, ഭാഗവതന്മാരാണ്. അപ്പം ഭാഗവതന്മാരും ആകണം.
പിന്നെ ബോധികളാകണം, ജ്ഞാനം ഉണ്ടാകണം. പിന്നെ ലോക അനുഗ്രഹപരരായവർ മഹത്തുക്കൾ എന്നറിഞ്ഞിടുകയും, ലോക അനുഗ്രഹപരരെന്ന് വെച്ചാൽ എന്താണ്? ഈ ലോകത്തിന് സർവ്വ ജീവജാലങ്ങളോടും ഒരു നദിയോടും സമുദ്രത്തിനോടും എല്ലാം ഇവിടെ എന്തൊക്കെ ഉണ്ടോ ഇതിനോട് എല്ലാം നമുക്കൊരു അനുഗ്രഹം വേണം. ഒരു നദി കണ്ട ഭഗവാനെ എല്ലാവർക്കും കുളിക്കാനും കുടിക്കാനൊക്കെ ഉള്ള നദിയാണല്ലോ. ഭഗവാന്റെ അത്ഭുതമായിരിക്കുന്ന ഈ നദിയെ നമ്മൾ ആ ഈശ്വരനായി കാണുന്നു. അപ്പോൾ അതിനെ നമ്മൾ ശുദ്ധമാക്കി ഇടണം. അവിടെ വേണ്ടാത്തതൊന്നും വാരി വിതറി ഇത് എത്രയോ നദികളെല്ലാം ദുഷിച്ചു കിടക്കുന്നു. എന്താ കാരണം? ഭഗവാനെ അറിയുന്നില്ല. എന്താ? മഹത്തുക്കളല്ലാത്തത് കൊണ്ടാണ്. മഹത്തുക്കൾ ആരും അങ്ങനെ ചെയ്യില്ല. എല്ലാവർക്കും ഉതകുന്ന ജലമാണ്, അത് ശുദ്ധമാക്കി ഇടണം. എന്തെല്ലാം വേസ്റ്റാണ് വാരിക്കൊണ്ടുവന്ന് ഇടുന്നത്! എത്രമാത്രം അജ്ഞാനമാണ് കാണിക്കുന്നേ ഈ അമ്മ പ്രകൃതി മഹാമായെടുത്ത്. അപ്പോൾ ഒരു മഹത്തുക്കൾ അങ്ങനെ ചെയ്യൂ. അപ്പം എന്താ പറയുക, ലോക അനുഗ്രഹപരരായിരിക്കണം. ഒരു വൃക്ഷങ്ങളും ഒരു ചെടികളും ഒന്നും നശിപ്പിക്കാതെയും ഒന്ന് എടുത്താൽ അതിന് പകരം ഒന്ന് വയ്ക്കുകയും ഇങ്ങനെ ഉള്ള അനുഗ്രഹം കൊടുക്കുന്ന ഒരു വ്യക്തി ആയിരിക്കണം ഒരു മഹത്തുക്കൾ. അപ്പോൾ ഇന്ദ്രിയത്തെ ജയിക്കണം, ഭാഗവതന്മാരായിരിക്കണം. എന്താ ഭാഗവതന്മാർ? നമ്മൾ 9 ചോദ്യത്തിൽ രണ്ടാമത്തെ ഉത്തരം എന്തായിരുന്നു നവയോഗോട് പറഞ്ഞത്? പിന്നെ രാഗാദി അഭിമാന ഹീനരായിക്കൊണ്ട്, രാഗദ്വേഷാദികളെല്ലാം എല്ലാം ഇല്ലാതെ ഭഗവാന്റെ സേവ ചെയ്യുന്ന, ഭഗവാന്റെ ഒരു ദാസനായിട്ട് ഭഗവത് സേവ രതരാണ്. ഭഗവാൻ ഇപ്പം തന്നെ ഇത് ഞാൻ ഭഗവാന്റെ ഒരു സേവയാണ്. അത് ഞാൻ അതിൽ അത്രത്തോളം എനിക്ക് രമിക്കുന്നുണ്ട്. ഞാൻ അങ്ങനെ സന്തോഷമായിട്ട് ഏതൊരു പ്രവൃത്തിയും ചെയ്യുമ്പോൾ ഭഗവാനിൽ അത്രമാത്രം ആനന്ദത്തോട് തന്നെ ചെയ്യണം. ഈ ഭാഗവതം ഇങ്ങനെ വായിക്കുക പറയുക ചെയ്യുന്ന അറിവില്ലായ്മ കൊണ്ട് എനിക്ക് ഇച്ചിരി മോശം ഉണ്ടെന്നേ ഉള്ളൂ. എൻ്റെ മനസ്സ് ഭയങ്കര ഇഷ്ടത്തിലാണ് ചെയ്യുന്നത്. അതുപോലെ ഏത് കർമ്മവും അപ്പോൾ അങ്ങനെ ഭഗവാനിൽ തന്നെ ചിന്തിച്ചുകൊണ്ട് ഈശ്വരാർപ്പണമായി ഭഗവത് സേവ രഥർ അതിൽ രമിച്ചും കൊണ്ട് നമ്മളൊരു കർമ്മം ചെയ്യുന്നതാണ് ഭാഗവതന്മാർ. അല്ലാതെ പ്രാവിക്കൊണ്ടോ മനസ്സോടോ ഒക്കെ ചെയ്യുന്നതും യഥാർത്ഥ ജ്ഞാനികളല്ല, മഹത്തുക്കളല്ല. അതുകൊണ്ട് ഇവിടെ പറയുന്നു, വിദ്വാൻമാർ ഇന്ദ്രിയന്മാരായി, ഭാഗവതന്മാരായി, ബോധികളായി. എന്നാൽ ജ്ഞാനം, ഇതിൻ്റെ അറിവ് വേണം, ഇല്ലാതെ ഒക്കത്തില്ല. ഒരു മഹത്തുക്കൾ എന്ന് പറയുന്നത് വെറുതെ ഒന്നും അറിയാത്ത ഒരാൾ ഭക്തിമാർഗത്തിൽ ഒന്നും മൗനിയായിട്ടിരിക്കാം, ഭഗവാനോട് ചേർന്നിരിക്കാം. പക്ഷേ എന്തെങ്കിലും ഒരു അറിവ്, ഇതിൽ നിന്ന് മുക്തനാകണമെന്നോ ഇതെന്താണെന്നോ ഒക്കെ അറിയണമെങ്കിൽ എന്താ പറയുക, മോക്ഷം എന്താണ്, പിന്നെ ബന്ധനം എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റുന്ന ഒരാൾ എങ്ങനെ ബന്ധത്തിൽ നിന്ന് മുക്തനാവാൻ പറ്റും? അറിവ് വേണ്ടേ? അപ്പോൾ എല്ലാത്തിനും ഒരു ജ്ഞാനമുണ്ട്, അറിവുണ്ട്, അങ്ങനെ ഉണ്ടാകണം. എന്നിട്ടോ ലോക അനുഗ്രഹപരരായിരിക്കണം, ലോകത്തിന് നന്മ ചെയ്യുന്നവരായിരിക്കണം എന്തുകൊണ്ടും. അപ്പോൾ അങ്ങനെ ഉള്ളവരാണ് മഹത്തുക്കൾ എന്നറിഞ്ഞിടും നീയും ഉദ്ധവ, അതാണ് മഹത്തുക്കൾ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ നമുക്ക് ആര് നമ്മുടെ അറിവിലുണ്ട് ലോകത്തിന് നന്മ, ഓം ലോക സമസ്ത സുഖനോ ഭവന്തു എന്ന് ആത്മാർത്ഥമായി ഉള്ളമഴിഞ്ഞ് പ്രാർത്ഥിക്കുന്നതും അങ്ങനെ പ്രവർത്തിക്കുന്നതും ഇന്ദ്രിയങ്ങളെ ജയിച്ചവരും പിന്നെ ഭാഗവതന്മാരും ജ്ഞാനികളും ഇങ്ങനെയുള്ളവരാണ് മഹത്തുക്കൾ. ഇനി അടുത്ത ചോദ്യം ഇതാണ്, ഭക്തിയാകുന്നത് ഏതെന്ന് ഉദ്ധവർ ചോദിച്ചപ്പോൾ എന്താ ഭഗവാനെ ഈ ഭക്തി എന്ന് പറഞ്ഞാൽ? ഇന്ന് ഒരുപാട് പേർക്ക് ഭക്തിയില്ല, അത് അറിയാനും പാടില്ല. ഭക്തി എന്ന് പറയുന്നത് അതിന് പല മക്കൾ, ഇപ്പം 3-4 മക്കൾ ഇങ്ങനെ എന്നോട് ചിലപ്പം പറയും. മെനങ്ങാന്ന് ഞാൻ പിന്നെ വേറെന്തോ വിഷയത്തിൽ ഇരുന്ന സമയത്തായിരുന്നു, എന്തെങ്കിലും ഒരു ഭക്തിക്ക് വേണ്ടി ഒരു നാമം കിട്ടിയാലും മതി, അതിനകത്തൂടെ അവർക്കതിൽ ഒന്ന് മുഴുകാൻ ഒരു ദുഃഖം ഉണ്ടെങ്കിൽ അതങ്ങ് മാറും. അപ്പോൾ അത് നമുക്ക് തന്നെ എടുക്കാവുന്നൊരു കാര്യമേ ഉള്ളത്, അവർക്ക് അറിയത്തില്ലാത്തതുകൊണ്ടാണ്. നമ്മൾ തുറവിയോടുകൂടി ഭഗവാനെന്നൊന്ന് ചിന്തിച്ചാൽ പോരെ, ഭഗവാനേ നിന്ന് ചിന്തിച്ചാൽ പോരെ. ആ ഉള്ളിലെ തുറവിയല്ലേ ഭക്തി. ആ ഞാൻ തുറന്നൊന്ന് പറയൂ, തുറന്ന് അമയ്ക്ക് വയ്ക്കാതിരി, അവിടെ വിശാലത കൊടുക്കൂ. ഭഗവാൻ അവിടേക്ക് ഇന്ന് ഇരുന്നോട്ടെ, ഒന്ന് വിടർന്നിരിക്കൂ. നമ്മുടെ തൊണ്ടക്കുഴിയിൽ നിന്നൊന്ന് വിടർന്ന് ഭഗവാനിൽ നിന്ന് നന്നായിട്ട് ഹൃദയത്തോടൊന്ന് തുറന്നൊന്ന് ഈശ്വരാ ഭഗവാനി നാരായണ എന്ന് നമ്മൾ വിളിക്കും. ഭക്തി വന്നു, ആ ചൈതന്യം വന്നു, ആ പവർ വന്നു. നമ്മളതിന് ഒരുക്കമില്ല, ഒരുങ്ങിയാൽ മതി, നമ്മളതിന് വിട്ടുകൊടുക്കണം. ഭഗവാൻ നമ്മുടെ ഉള്ളതിൽ വസിക്കണം. ആ ഒരു ചിന്തയിൽ അങ്ങോട്ടൊന്ന് വിളിച്ചു നോക്ക്, ഒന്ന് പ്രാർത്ഥിച്ച് നോക്ക്. അപ്പോൾ അതിൻ്റെതായ പവർ നമുക്ക് വന്നിരിക്കും. അപ്പം ഇങ്ങനെ അങ്ങ് ഭക്തി വർദ്ധിക്കും. ഭക്തിയാകുന്നത് ഏതെന്ന് ഉദ്ധവർ ചോദിച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഭക്തിയായത് മനോവാക്ക് കായങ്ങളാലും. അപ്പോൾ നമുക്ക് എന്തും കൂടെ വേണം ഭക്തി ഉണ്ടാവാൻ? സർവ്വ കാര്യങ്ങളും നന്മയായിരിക്കണം. മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും. ശരീരം കായം എന്ന് പറഞ്ഞാൽ നമ്മൾ കൈ കൊണ്ടും കാലുകൊണ്ടും എന്തുകൊണ്ടും ചെയ്യുന്ന ജോലികൾ കായം.
അങ്ങനെ ശരീരം കൊണ്ടും യാതൊരു പ്രകാരവും സർവവും സദാകാലം യാതൊന്നാം ഭഗവാങ്കൽ ഭക്തിയാൽ ചെയ്യുകയാണ്. അപ്പം ഭക്തി കൊണ്ട് നമുക്ക് സദാകാലവും എപ്പോഴും 24 മണിക്കൂർ ഉറങ്ങുമ്പോഴും ഭക്തിയിൽ കിടക്കുക. ഭഗവാനീന്ന് ഭഗവാൻ നമ്മുടെ ഉള്ളത്തിൽ വസിച്ചും കൊണ്ട് കിടന്നൊന്ന് ഉറങ്ങൂ, അത് ഭക്തിയല്ലേ. ഭഗവാനെ ചിന്തിച്ച് നമ്മൾ ആഹാരം കഴിക്കൂ, ഭക്തിയല്ലേ. ഭഗവാനേ നാരായണ എന്നും നമ്മൾ ഏത് കർമ്മവും ചെയ്യൂ, അത് ഭക്തിയല്ലേ. അപ്പോൾ ഏതൊരു കാര്യങ്ങളും സദാകാലവും ഭഗവാനെ തന്നെ ഭക്തിയാൽ ചെയ്താൽ അതാണ് ഭക്തി. മനസ്സുകൊണ്ട്, മനോ വാക്ക് കായം, മനസ്സോട് ചിന്തിക്കുന്നതും ഭഗവാന് ചേരാത്തതൊന്നും ചിന്തിച്ചൂടാ. ഭഗവാന് യുക്തമാകുന്നതേ നമ്മൾ ചിന്തിക്കാവൂ. ഭഗവാനെ നാരായണ ഞാൻ ഇന്ന കർമ്മം ചെയ്യുന്നു, അത് കുറ്റം വല്ലതും ഉണ്ടോ നാരായണ? ഭഗവാൻ പറഞ്ഞു തരും ഉള്ളത്തിൽ അത് തെറ്റാണ്, നമ്മൾ അവിടെ വിട്ടുകളയാം, അത് കൊള്ളില്ല, അത് ചെയ്തുകൂടാ. അറിയാമേത്രക്ക് ഇങ്ങനെ ചോദിക്കാം, ഭഗവാനെ ഈ ചെയ്യുന്നത് ശരിയോ തെറ്റോ? അപ്പം നമ്മുടെ ഉള്ളത്തിൽ തന്നെ നമുക്ക് ബോധ്യപ്പെടുത്തി തരും. നമ്മൾ നിഷ്കളങ്കമായ ഹൃദയം വേണമെന്ന് ഉൾക്കൊണ്ടാൽ അത് ഉള്ളത്തിൽ തോന്നിയത് ശരിയല്ല, അല്ലെങ്കിൽ ശരിയാണ്. അത് നമുക്ക് ശരിയാണെന്ന് തോന്നുന്നെങ്കിൽ നമ്മൾ പലവട്ടം ആലോചിച്ചിട്ട് ഇത് കൊള്ളാമെന്ന് കാണുന്നെങ്കിൽ ചെയ്യുക. അപ്പോൾ അത് ഭഗവാൻ തന്നെയാണ്, അത് ഭഗവാനെ അർപ്പിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അഥവാ അറ്റകുറ്റപ്പണികൾ എന്തെങ്കിലും തന്നെ നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് വന്നാലും ഭഗവാൻ താങ്ങിക്കൊള്ളും. കാരണം ചോദിച്ചിട്ടല്ലേ ചെയ്യുന്നത്. ഭഗവാനെ എന്തായാലും അവിടുന്ന് പറഞ്ഞിട്ടാണേ ചെയ്യുന്നത്. ഇത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അങ്ങ് മനസ്സിലാക്കി അതിനെ പോംവഴി കണ്ടെത്തി തരണമേ എന്ന് ചിന്തിച്ച് ഭക്തിയോടുകൂടി നമ്മൾ ചെയ്തു നോക്ക്. ഭഗവാൻ താങ്ങി നിർത്തും നമ്മളെ. നമുക്ക് തെറ്റ്, നമ്മൾ അറിവില്ലായ്മയുള്ള കുട്ടികളാണ് നമ്മളെല്ലാം ഭഗവാൻ നോക്കിക്കൊള്ളും. അതുകൊണ്ട് സദാകാലവും വേണം, എപ്പോഴും വേണം. ഭഗവാനോട് ചോദിച്ചിട്ട് ചെയ്യണം, അത് ഭഗവാൻ അർപ്പിച്ച് ചെയ്യണം. ഭഗവാനുള്ള ഭക്തിയോടെ ഒരുള്ള ചോറ് കഴിക്കും, ഭഗവാനേ നാരായണ കൃഷ്ണ ഇത് അങ്ങ് തന്നതാണ്, അങ്ങും കഴിച്ചുകൊണ്ട് ഞാനും കഴിക്കണം, അപ്പം എന്നിൽ കൂടെ ഭഗവാൻ കഴിക്കണം എന്നുള്ള സ്നേഹവും ഭക്തി ഉണ്ടെങ്കിൽ ഭക്തിയാണ്. അപ്പോൾ ഏതൊരു പ്രകാരവും മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും ശരീരം കൊണ്ടും ചെയ്യുന്ന കർമ്മങ്ങൾ സദാകാലവും ഭഗവാൻ ഭക്തിയാൽ ചെയ്യുക, ഭക്തി കൊണ്ട് ചെയ്യുക തന്നെയാണ് ഭക്തി ഉണ്ടാകുന്നത്. പിന്നെ ഭക്തിയാകുന്നത് അതുകൊണ്ട് മോക്ഷവും കിട്ടും. ഈ ഭക്തി വർദ്ധിക്കുമ്പോൾ നമുക്ക് എന്ത് വരും? അറിവ് കുറഞ്ഞാലും ഈ ജ്ഞാനം, ഇതിനെപ്പറ്റിയുള്ള ജ്ഞാനം അഥവാ ഇല്ലെങ്കിൽ പോലും എല്ലാവരും ഇപ്പോൾ ഇത് പഠിച്ചെടുക്കാൻ പറ്റുന്നില്ലല്ലോ. ഇനി എന്താ തലമുറയെങ്കിലും ഇത് പഠിക്കട്ടെ. അതേ പറയാൻ പറ്റുമോ? എൻ്റെ പ്രായക്കാർക്ക് ഒരുപാട് ജനങ്ങളുണ്ട്, ഒരുക്കർക്കും ഭാഗതം കൈകൊണ്ട് എടുക്കാൻ പോലും പേടിയാണ്, അറിയില്ല. അതുകൊണ്ട് ഈ ഭക്തി ഉള്ളത് കൊണ്ട് എന്ത് കിട്ടും? മോക്ഷവും കിട്ടും, മുക്തനാവാം. കാരണം ഭഗവാനോട് ഭക്തി വർദ്ധിച്ചു വരും, മറ്റൊന്നിലോട്ട് ചിന്ത വരത്തില്ല, അങ്ങനെ മോക്ഷം കിട്ടും. അറിവില്ലെങ്കിലും ഈശ്വരനുള്ള പരമമായ പ്രേമമാകുന്ന ഭക്തി ഉണ്ടെങ്കിൽ ഈ ലോക ചിന്തയിലേക്ക് പോകാതെ തന്നെ എപ്പോഴും ഈശ്വരാന്നുള്ള ചിന്തയിൽ ഇരിക്കുമ്പോൾ പിന്നെ മോക്ഷമല്ലേ. ഇതിലോട്ട് ഈ ലോകത്തിലേക്ക് മനസ്സ് പോകാതിരുന്നാൽ പോരെ അറിവില്ലെങ്കിലും. അതുകൊണ്ട് അറിവും കൂടെ വന്നാൽ ഉത്തമം. ഇനി അടുത്തത്, ബന്ധമോക്ഷങ്ങൾക്ക് ഏവൻ വിഷയമാകുന്നത്. ബന്ധത്തിനും മോക്ഷത്തിനും എന്താണ് വിഷയം? എന്തുകൊണ്ടാണ്, ഏത് വിഷയം കൊണ്ടാണ് നമുക്ക് ബന്ധം ഉണ്ടാകുന്നതും ഏത് വിഷയം കൊണ്ടാണ് നമുക്ക് മോക്ഷം കിട്ടുന്നതും? ഇത് രണ്ടിനും എങ്ങനെയാണ് സംഭവിക്കുന്നത്? അറിവില്ലാത്തവർ ചോദിക്കുന്നൊരു ചോദ്യമാണ്. ഇത് ഉത്തവർക്ക് ചിലപ്പോൾ അറിയാം, പക്ഷെ നമുക്ക് വേണ്ടി ആയിരിക്കാം ഇതിങ്ങനെ ഇടുന്നത്. അപ്പം ബന്ധമോക്ഷങ്ങൾ, ബന്ധവും മോക്ഷവും, മുക്തനാകുന്നതും ഈ ഇവിടെ കെട്ടിട്ട് കിടക്കുന്നതും ബന്ധം, ഇത് രണ്ടിനും ഏവൻ വിഷയം. ആരാണ് ഇതിന് വിഷയം? എന്താണ് ഇതിൻ്റെ വിഷയം? ഈ ലോകത്ത് എന്ത് നേടിയിട്ടാണ്, എന്തുകൊണ്ടാണ് നമുക്ക് ബന്ധപ്പെട്ട് കിടക്കുന്നതും എന്തിൻ്റെ കൂടുതൽ കുറവ് വന്നിട്ടാണ് നമുക്ക് മുക്തനാകേണ്ട ചോദ്യമാണിത്. അപ്പോൾ പറയുന്നു, ബന്ധമോക്ഷങ്ങൾക്കെല്ലാം വിഷയം എന്താണ്? ബന്ധത്തിനും മോക്ഷത്തിനും വിഷയം എന്താണ്? ഈ വിഷയം ഈ ലോകത്തിലെ വിഷയം, ഈ നമ്മുടെ കർമ്മങ്ങൾ, ഈ പ്രവൃത്തികൾ, ഇതെന്തുകൊണ്ടാണ് നമുക്ക് ബന്ധനം? അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് നമുക്ക് മോക്ഷം വരുന്നത്? ഇത് ഏത് പ്രവൃത്തി കൊണ്ടാണ്, എങ്ങനെ വന്നാലാണ് ഇതൊക്കെ നമുക്ക് ഉണ്ടാകുന്നത്? അപ്പം ഭഗവാൻ പറഞ്ഞു, പരമാത്മാ താൻ തന്നെ അനാദിയാം മായയാ ബദ്ധമായി സന്തതം വിഷയനായിരിക്കും ജീവൻ തൻ്റെ മായാബന്ധത്തെ. അപ്പം മായാബന്ധമാണ് അത്. എന്താ? ഭഗവാന്റെ തന്നെ മായയാണ്. ഈ ലോകം, ഈ പ്രപഞ്ചം താൻ തന്നെ അനാദിയായിരിക്കുന്നതാണ്. പരമാത്മാ താൻ തന്നെ അനാദിയായുള്ളതാണ് ഈ മായ. ഭഗവാന്റെ തന്നെ മായയാണ്. അതിൽ ബന്ധപ്പെട്ട് നമ്മളതെല്ലാം ബന്ധം പിടിച്ച് കിടക്കുന്നു. സന്തത എപ്പോഴും വിഷയനായിരിക്കും. നമ്മൾ ഈ ലോകത്തിലെ എല്ലാവരും ഒരു ജീവൻ, നമുക്ക് ഒരു ജീവൻ എടുത്തൂടെ വന്ന എല്ലാ ജീവജാലങ്ങളും, ആ ജീവൻ മനുഷ്യരുടെ ഈ ജീവൻ എടുത്ത് ഒരു ശരീരം എടുത്തൂടെ വന്നാൽ എന്ത് വരും? നമ്മൾ ജനിക്കുമ്പോഴേ ഓർമ്മ വെച്ച അമ്മയുടെ പാലൂടി തുടങ്ങുമ്പോഴേ നമ്മൾ ബന്ധനമാണ്. എന്താ? അത് ഭഗവാന്റെ തന്നെ മായ തന്നെയാണ്. ആ മായയിൽ ബദ്ധമായി കിടക്കുക.
അമ്മ കുഞ്ഞ് അമ്മ കുഞ്ഞ് ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് മായയാണ്, അതിൽ തന്നെ പെട്ടുപോയി കിടക്കുകയാണ്. അതാണ് വിഷയം. അപ്പം ലോകത്തിൻ്റെ വിഷയം എന്താണ്? എൻ്റേതെന്നും എനിക്കെന്നും പറഞ്ഞ് ഇങ്ങനെ വയസ്സ് 90 ആയാലും വിട്ട് പിരിയാതെ ഭഗവാന്റെ തന്നെ മായയാണ്, അനാദിയായിട്ടുള്ള മായയാണ് അതിൽ ബന്ധനം കെട്ട് കിടക്കുന്നത്. ആ വിഷയത്തിൽ എന്താ ജീവൻ തൻ്റെ മായാബന്ധത്തെ അങ്ങനെ നോക്കുമ്പോൾ നമ്മളെ ജീവൻ ബന്ധപ്പെട്ട് കിടക്കുന്നു. അതിൻ്റെ ആ മായാബന്ധത്തെ മാറ്റി പിടിക്കുന്നതാണ് മോക്ഷം. അതിനെന്ത് വേണം? ആ മായയിൽ നിന്ന് മാറാൻ, ബന്ധത്തെ വിട്ടുമാറാൻ, മായാബന്ധത്തെ സാത്വിക ഉപാസനേന പോക്കണം. സാത്വിക ഉപാസന നല്ല നല്ല സൽക്കർമ്മങ്ങളും സജ്ജനങ്ങളുമായിട്ടുള്ള കൂട്ടുകെട്ടും നല്ല പ്രവൃത്തികളും പ്രാർത്ഥനകളും ഭഗവാനെ ആരാധന ഇങ്ങനെയുള്ള സത്വഗുണങ്ങളായിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നന്മ കൊണ്ട് നിറയ്ക്കണം. സാത്വിക ഉപാസനേന പോക്കണം. അങ്ങനെ എന്ത് പോക്കണം? ഈ ലോക ജീവിതത്തിലെ ബന്ധനത്തെ പോക്കണം. സാത്വിക ഉപാസനേന ഉപാസിക്കണം. നല്ലതായിട്ട് എപ്പോഴും സൽക്കർമ്മങ്ങളും ഭഗവാനുള്ള ചിന്തകളും ഭക്തിയും വർദ്ധിച്ച് സജ്ജന സംസർഗത്തിൽ കൂടിയും ഭഗവത് കഥകൾ കേൾപ്പിക്കുകയും എല്ലാം ഭഗവാന്റെ സേവ രതി, എന്ത് ചെയ്താലും ഭഗവാന്റെ സേവ, ഇങ്ങനെയുള്ള പുണ്യകർമ്മങ്ങൾ ചെയ്ത് വരുമ്പോൾ ഈ ബന്ധനം അറ്റുപോകും. ഈ മായയിൽ നിന്ന് അതിൽ നിന്ന് അതിക്രമിച്ച് യഥാർത്ഥ ജ്ഞാനിയായി മുക്തനായി തീരാം. അതുകൊണ്ടാണ് യഥാർത്ഥമായ ഭഗവാന്റെ തന്നെ മായയാണ്. എന്നാലോ അതിൽ നമ്മൾ മുക്തനാവണമെങ്കിൽ സാത്വിക ഉപാസനേനെ പോക്കണം. അങ്ങനെ പോക്കി ന്യായമായി തെളിയണം. അപ്പോഴെന്താ തെളിച്ചം വരുന്നത്? പ്രകാശിക്കും. നമ്മുടെ ഉള്ളത്തിൽ കറകളെല്ലാം പോയി. ഈ ലോക ചിന്തയാകുന്ന പാപകർമ്മങ്ങളാണല്ലോ ഇവിടെ എല്ലാം. നമ്മൾ ഈ മായയിൽ നമ്മൾ പെട്ടുപോയാൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം പാപകർമ്മങ്ങളാണ്. അതുകൊണ്ട് ആണ് ഭഗവാൻ പറയുന്നത് സർവകർമ്മങ്ങളും ഭഗവാൻ അർപ്പിച്ച് ചെയ്യുക, സമർപ്പണം ചെയ്യുക, എല്ലാം ഭഗവാൻ സമർപ്പിക്കുക. അപ്പം നമുക്ക് ചെയ്യുന്ന കർമ്മം കൊണ്ട് പാപങ്ങൾ ഇല്ലാതിരിക്കും. അല്ലാതെ നമ്മളിപ്പോൾ ഒരു ചീര വെച്ച് നമ്മൾ അരിഞ്ഞ് കറി വെക്കുന്നത് അത് പാപമല്ലേ? നമ്മൾ എന്തെങ്കിലും ചെയ്ത പാപമില്ലാത്ത ജോലികളുണ്ടോ? ഒരു ജീവനല്ലേ? അതിന് വേദനിക്കാത്തത് അതിന് തലച്ചോറൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. എങ്കിലും അതിനകത്തോട്ട് ജീവൻ ഓടുന്നുണ്ടല്ലോ. അത് നമ്മളെപ്പോലെ കറ അതിലും ഉണ്ടല്ലോ. അത് വളരുന്നത് വസ്തു ജീവനുള്ളതല്ലേ. അപ്പം നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മത്തിനും പാപമുണ്ട്. അതുകൊണ്ട് ഭഗവാൻ പറയുന്നത് എന്താണ്? എല്ലാം ഭഗവാൻ അർപ്പിച്ച് കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമ്മളൊന്നും ചെയ്യുന്നില്ല എന്ന ആ ഒരു വകുപ്പിൽ കൂടി മാത്രമേ നമ്മുടെ കർമ്മത്തിൻ്റെ വാസന അറ്റുപോകൂ. അല്ലെങ്കിൽ പാപങ്ങൾ കൂടി തന്നെ വരും. അതുകൊണ്ട് എന്ത് പറയുന്നു? സാത്വിക ഉപാസനേനെ പോക്കി ന്യായമായി തെളിയണം. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും? ഒരു മുക്തനായി തീരും. നമ്മൾ ഇതിന്നെല്ലാം വിട്ടുവിട്ട് ഈ ലോക ജീവിതത്തിനകത്തുനിന്നെല്ലാം മനസ്സുകൊണ്ട് വിട്ടുവിട്ട് കർമ്മങ്ങളൊക്കെ ചെയ്തേ പറ്റൂ. ജോലി ചെയ്യാതെ ജീവിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഈ വാസന ഇല്ലാതാക്കണം. വേറൊരു ജന്മം എടുക്കാൻ ഇട കൊടുക്കരുത്. അതിനുവേണ്ടി വേണമെങ്കിൽ എടുക്കാം. ആഗ്രഹം അങ്ങേറ്റം കിടക്കുന്നെങ്കിൽ എടുത്താൽ എന്താ? പക്ഷേ ഈശ്വരനെ അറിഞ്ഞൊരു വ്യക്തി ഒരിക്കലും പറയത്തില്ല വീണ്ടും ജനിക്കണമെന്ന്. ഈശ്വരനെ യഥാർത്ഥമായി അറിയുന്നവർ ഒരിക്കലും ഇനി ഈ ജന്മം പോലും ഇവിടെ വരണമെന്ന്. കാരണം അത്രയ്ക്ക് ആനന്ദമാണ് ഈശ്വരനെ അറിഞ്ഞാൽ. അപ്പോൾ ഭഗവാനോട് ഒന്നിച്ചു ചേർന്ന് ലയിക്കുന്നൊരു അവസ്ഥയെന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ ആരെങ്കിലും പറയുമോ അമൃതം ഉണ്ടവൻ ഇനി അമേധ്യമാണെന്ന് പറയുമോ? ഈ ലോക ജീവിതം അമേധ്യമാണ്, മലമാണ്. അത്രമാത്രം ആണ് ഈ അമൃത് ഉണ്ടവൻ. അതാണ് ഇതിൻ്റെ വ്യത്യാസം. അതുകൊണ്ട് അങ്ങനെ അറിയാൻ മേത്തിട്ട് തന്നെ ജനിച്ചോളുമല്ലോ. അവരുടെ പ്രാർത്ഥിക്കുന്നു എനിക്ക് ജനിക്കണമെന്ന് പറയുകയൊന്നും വേണ്ട. അവിടെ വാസന കിടക്കുമല്ലയോ. വാസന അറ്റുപോയെങ്കിലല്ലേ ഭഗവാനിൽ ലയിക്കാൻ പറ്റൂ. അതുവരെ നമ്മൾ ജനിച്ചല്ലേ പറ്റൂ. അവിടെ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുകയൊന്നും വേണ്ട എനിക്ക് ഇനി ജനിക്കണം, തന്നെ വന്നോളും. സൽപ്രവൃത്തി ചെയ്ത് പോയാൽ നല്ലൊരു ജന്മം വരും, അത് ഉറപ്പാണ്. ദുഷ്കർമ്മങ്ങൾ ചെയ്തു പോകുന്നൊരു വ്യക്തി അതിനേക്കാൾ ഉപരി നരകത്തിലേക്ക് തന്നെ വന്ന് ജനിക്കും. അതുകൊണ്ട് ന്യായമായി നമ്മൾ തെളിയണമെങ്കിൽ നമുക്ക് സാത്വിക ഉപാസനേന നമ്മൾ മറ്റ് കർമ്മങ്ങളുടെ എല്ലാം മാറ്റണം, മായയിൽ നിന്ന് മാറണം. അങ്ങനെ വേണം തെളിയാൻ. അപ്പോൾ പ്രകാശിക്കും. അങ്ങനെ ജീവനെന്നാരുൾ ചെയ്തു ഭഗവാൻ. ഇങ്ങനെയാണ് വേണ്ടത്. ഇനി നമുക്ക് അടുത്ത പ്രാവശ്യം ബാക്കി വായിക്കാം മക്കളെ. എല്ലാവർക്കും നമസ്കാരം. ഇത് തോന്നിയൊന്നും വായിക്കാൻ പറ്റത്തില്ല. ഇത് ആർക്കെങ്കിലും നഷ്ടപ്പെട്ടു പോകാതെ ആരെങ്കിലും ഇത് മനസ്സിലാക്കണമെന്ന് എനിക്ക് അത്രയ്ക്കും ആഗ്രഹമുണ്ട്. കാരണം എന്താ പറയാനാ, അതിന് പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവത്തില്ല. അതാണ് പറഞ്ഞിട്ടും കാര്യമില്ല, സമയം പോക്കാന്നല്ലാതെ. എങ്കിലും ആർക്കെങ്കിലും മനസ്സിൽ ഇതൊക്കെ തന്നെയാണ്, ഇത് യഥാർത്ഥത്തിൽ ഇത്രയൊക്കെ മതി, ഇതൊക്കെ മതി,
നമുക്ക് ഇച്ചിരിച്ചൊക്കെ അറിഞ്ഞറിഞ്ഞ് പോകാൻ ഇത്രയൊക്കെ മതി. ഇത് കൂടുതലൊക്കെ നമുക്ക് പോകെ പോകെ അറിവാൻ ഭഗവാൻ എന്ന സാഹചര്യം ഒപ്പിച്ച് ഇനിയും എന്തെങ്കിലും ലോകത്ത് അറിവ് തീർന്നിട്ട് ഒരു കാര്യവുമില്ല. അറിഞ്ഞുകൊണ്ടിരിക്കും, ഇഷ്ടംപോലെ അറിവ് വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തൽക്കാലം എങ്ങനെയെങ്കിലുമൊക്കെ ഈശ്വരനിലേക്ക് അടുക്കാൻ ശ്രമിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം, ഹരി ഓം, ഹരി ഓം.